വാർഷികാഘോഷം. എന്ത് തേങ്ങയായിരുന്നു വേണ്ടതെന്ന് വെച്ചാൽ അത് കാണുന്നത്. അവിടെ ചെന്നപ്പോൾ നടുക്കൊരു വട്ടത്തിലൊരു സ്റ്റേജ്, വട്ടത്തിലെ സ്റ്റേജ്, ചുറ്റുമല്ല അങ്ങനത്തെ ഒരു സ്റ്റേജാണ്. അതിൽ ഞാൻ അതിനേക്കാൾ ആരാധിക്കുന്ന ഒരാൾ നിൽക്കുക, ഇത് ഉദ്ഘാടനം ചെയ്യുക. ആരാണറിയോ? യേശുദാസൻ. രണ്ടും ചേർന്ന് പിന്നെ വേറെ ഒന്നുമില്ല. അവിടെ നിന്ന് യേശുദാസ് അവിടെ പറയുക, പണ്ട് ദേവരാജൻ മാഷുടെ സംഗീതം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രകൃതിയുടെ താളം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നത്. കാരണം പഴയ പാട്ടുകൾ, പഴയ രാഗം, പ്രകൃതിക്ക് ഓരോ വാക്കുകൾക്കും താളമുണ്ട്, ഭാവമുണ്ട്, രാഗമുണ്ട്. അതങ്ങനെ തന്നെ നമ്മുടെ മനസ്സിലേക്ക് എത്തിക്കുക. അപ്പൊ നമ്മുടെ മനസ്സ് പ്രകൃതിയുമായി ഇങ്ങനെ സല്ലപിക്കുന്ന പോലെ നമുക്ക് തോന്നും. ആണ് പഴയ സംഗീതം. അദ്ദേഹം ഇപ്പോഴത്തെ അങ്ങനെയല്ല എന്ന് അദ്ദേഹം എന്നൊരു ഉദാഹരണം പറയല്ല. യേശുദാസ് പാട്ട് വെച്ചു, എനിക്ക് പാടാറിയില്ല, ഞാൻ നീ പറയാം, മനസ്സിലാവുന്നില്ല. യേശുദാസ് പാടിയതാണ് ഏതാ വാക്ക്? മന്ത്രമില്ല, വാക്കൊന്നുമില്ല, മന്ത്രമില്ല. അതിന് പ്രകൃതിക്ക് ഒരു താളം ഉണ്ടാകും. മന്ദ